ഞാൻ പഴയൊരു ഫോറസ്റ്റ് ഓഫീസറാണ്. നിരവധി വനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളെയും മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതാനുഭവത്തിൽ കാടിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വേട്ടക്കാരെയും വേട്ടമൃഗത്തെയും കണ്ടിട്ടുണ്ട്. പലരുടെയും കണ്ണുനീരിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വനങ്ങളിൽ മൃഗത്തിന് ആഹാരമായി തീർന്ന മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. പല സമയങ്ങളിലും നിബിഡമായ വനത്തിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എങ്കിലും 1952 53 ഇടയ്ക്ക് സംഭവിച്ച ആ സംഭവം ഞാൻ ഇന്നും വല്ലാതെ ഓർക്കുന്നു. ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറായി ജോലിക്ക് പ്രവേശിച്ചിട്ട് അന്ന് ഏകദേശം 2 വർഷം മാത്രമേ ആകുന്നുണ്ടായിരുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 2 വർഷം വനത്തെപ്പറ്റി ഞാൻ പഠിച്ചു വരുന്ന കാലം. രാവിലെയും ചിലപ്പോൾ രാത്രി കാലങ്ങളിലും ഞാൻ വനത്തിൽ റോഞ്ച് ചുറ്റാറുണ്ട്. 2 ബാറ്ററി ഇടുന്ന ടോർച്ചിന്റെ ബലത്തിലാണ് അന്ന് ഞാൻ റോഞ്ച് ചുറ്റിയിരുന്നത്. വനപാലകനാണെന്ന പേര് മാത്രമേ ഉള്ളൂ. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു തോക്ക് പോലും എൻ്റെ കൈവശം ഉണ്ടായിരിക്കുകയില്ല. ടോർച്ചിന്റെ ബലത്തിൽ ആ വെളിച്ചത്തിൽ വനത്തിന്റെ ഇരുളടഞ്ഞ പാതകളിലൂടെ ഞാൻ സഞ്ചരിക്കും. കബനി നദിയുടെ തീരത്തോട് ചേർന്നാണ് ഈ വനങ്ങൾ അത്രയും നിൽക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ വലിയ തോതിൽ തന്നെ പോച്ചർമാരുടെ വലിയ ശല്യം ഈ വനത്തിലുണ്ടായിരുന്നു. പോച്ചർമാരെന്നാൽ വേട്ടക്കാർ. വനപാലകരുടെ കണ്ണൊന്ന് തെറ്റിയാൽ വനത്തിൽ നിന്നും ഏതെങ്കിലും വലിയ മരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനകളുടെ ജീവനോ ആയിരിക്കും പോച്ചർമാർ അപഹരിക്കുക. എത്രയൊക്കെ റോഞ്ച് ചുറ്റിയാലും വനപാലകരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് നിരവധി സംഘങ്ങൾ വനത്തിനുള്ളിൽ തമ്പ് ചെയ്യാറുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കബനി നദിയുടെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ ഒരു നരഭോജിയായ പുള്ളിപ്പുലി അവൻ്റെ താവളമാക്കിയെടുത്തത്. ഗ്രാമത്തിലെ നിരവധി കുട്ടികളെ അവൻ തട്ടിയെടുത്തു. വനത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി. അവരെ മാത്രമായിരുന്നില്ല, വനത്തിൽ തടി മോഷ്ടിക്കുവാൻ വന്ന കള്ളന്മാരിൽ പലരും ആ പുലിക്ക് ഇരയായി മാറിയിട്ടുണ്ട്. മേട്ടിക്കുപ്പ എന്ന വനത്തോട് ചേർന്ന് കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആദിവാസി ഊരുകൾ ഉണ്ടായിരുന്നു. വനത്തിലൂടെ റോഞ്ച് ചുറ്റുന്ന സമയത്ത് പല ഭാഗത്തു വെച്ചും പല ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ കാണാറുണ്ട്. അവരുടെ സഹായങ്ങളും ഞാൻ സ്വീകരിക്കാറുമുണ്ട്. അവർക്ക് ഈ വനമെല്ലാം നല്ല പോലെ അറിയാം. അവർ വനത്തിൽ ജനിച്ചവരല്ലേ. കാടിൻ്റെ ഓരോ മാറ്റവും ഓരോ സ്പന്ദനങ്ങളും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെയും എല്ലാം സഹായത്തോടെ തന്നെയാണ് പോച്ചർമാരും വനത്തിലേക്ക് കയറുന്നത്, പ്രവേശിക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ വലിയ കഴിവാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പോച്ചർമാർ മുതലെടുക്കാറുമുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് പല വാഗ്ദാനങ്ങളും നൽകി അവരുടെ കൂടെ ചേർക്കുകയും മൃഗങ്ങളെയും മറ്റും വേട്ടയാടിയതിനു ശേഷം പറഞ്ഞ പ്രതിഫലം നൽകുകയും ചെയ്യും. അങ്ങനെ പതിയെ പതിയെ അവിടുത്തെ ആളുകളുടെ വിശ്വാസം പോച്ചർമാർ പിടിച്ചു പറ്റുകയാണ് ചെയ്യുക. 1952 അവസാന മാസങ്ങളിൽ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഞാൻ കാട്ടിലൂടെ റോഞ്ച് ചുറ്റുന്ന സമയം വനത്തിനുള്ളിൽ നിന്നും ഒരു വെടിയുടെ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടു. അതിന് മറുപടി പോലെ ഒരലർച്ചയും. അതിൻ്റെ അലർച്ചയിൽ നിന്നും എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ കേട്ടത് ഒരു ആനയുടെയോ അല്ലെങ്കിൽ കടുവയുടെയോ ഒന്നും അലർച്ചയല്ല, ഒരു കാട്ടുപോത്തിൻ്റെ അലർച്ചയാണ്. പോച്ചർമാർ വനത്തിനുള്ളിൽ ഒരു കാട്ടുപോത്തിനെ വേട്ടയാടി കൊലപ്പെടുത്തിയിരിക്കുന്നു. അവരെത്ര പേരടങ്ങുന്ന സംഘമാണെന്ന് എനിക്കറിയില്ല. നിരായുധനായി നിൽക്കുന്ന ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയാൽ ഒരു പക്ഷേ നാളത്തെ പ്രഭാതം കാണുവാൻ ഞാൻ ഉണ്ടാകുകയില്ല. എങ്കിലും അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയുവാൻ എനിക്ക് ആകാംക്ഷയേറി. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ ടോർച്ച് തെളിച്ചുകൊണ്ട് നടന്നു. വളരെ മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ മുന്നിലേക്ക് നടന്നത്. ശബ്ദം കേട്ട ആ ഭാഗത്ത് എത്താറായപ്പോഴേക്കും ഞാൻ എൻ്റെ ടോർച്ച് ഓഫ് ചെയ്തു. പിന്നെ അന്നത്തെ രാത്രിയുടെ ആ നിലാവിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഞാൻ മുന്നിലേക്ക് പതിയെ നീങ്ങിയത്. സംഭവം നടന്ന സ്ഥലത്തെത്തുന്നതിനും ഏകദേശം 100 അടി അകലത്തിലെത്തിയപ്പോഴേക്കും അവിടെ നിന്നും ആരുടെയൊക്കെയോ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ മറവിലേക്ക് ഞാൻ മറഞ്ഞു നിന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ വീക്ഷിച്ചു. അവർ ഏകദേശം 5 പേര് വരും. അവരുടെ കൈവശമുണ്ടായിരുന്ന വാളുകളും വാക്കത്തികളും എല്ലാം ഉപയോഗിച്ച് അവർ വെടിവെച്ചിട്ട ആ മൃഗത്തെ വെട്ടിയരിഞ്ഞ് ചാക്കിൽ കയറ്റുന്ന തിടുക്കത്തിലാണ്. അവരുടെ വേഗതയിൽ നിന്ന് തന്നെ മനസ്സിലാകും അവർ നിസ്സാരക്കാരല്ല. കാലങ്ങളായി തന്നെ അവർ കാടിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ്. ആയുധധാരികളായി നിൽക്കുന്ന അവർക്കരികിലേക്ക് പോകുവാൻ ഞാൻ ഭയന്നു. എങ്കിലും അവ്യക്തമായ കാഴ്ചകൾ എനിക്ക് കാണാമായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നതും കേൾക്കാമായിരുന്നു. അവർ ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും വലിയ കാട്ടുപോത്ത് ഇതാണെന്നും ഇതിന്റെ മാംസം ഉണക്കിയോ അല്ലാതെയോ ചന്തയിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു തുക പ്രതിഫലം കിട്ടുമെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് ശരി തന്നെയാണ്. ഇതിന്റെ മാംസം ചന്തയിലും മറ്റും കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ കുറഞ്ഞത് 500 രൂപയെങ്കിലും അവർക്ക് കിട്ടും. ഒരു കർഷകന് 500 രൂപ ഉണ്ടാക്കണമെങ്കിൽ അവൻ എത്ര നാള് പണിയെടുക്കണം? ഇതാകുമ്പോൾ വളരെ എളുപ്പമാണല്ലോ.
ഒരു സംഘമായി വനത്തിലേക്ക് കയറി വരുന്നു. ഏതെങ്കിലും ഒരു മൃഗത്തെ വെടിവെക്കുന്നു, കൊല്ലുന്നു, അതിന്റെ മാംസം എടുത്തുകൊണ്ടു പോകുന്നു, വിൽക്കുന്നു. ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ആ മരത്തിന്റെ മറവിലിരുന്നു. കുറച്ചു സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ അവർ സുരക്ഷിതരാണെന്ന് തോന്നിയ സമയമായിരിക്കാം അവർ തീ കൂട്ടുവാൻ തീരുമാനിച്ചത്. അവർ പണിയെടുക്കുന്നതിന്റെ അരികിൽ തന്നെ അവർ കുറച്ച് വിറക് കൂട്ടിയിട്ട് തീ കത്തിച്ചു. അതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ അവരുടെ മുഖങ്ങളും എനിക്ക് കാണുവാൻ സാധിക്കും. അതെ, ഞാൻ ഗ്രാമചന്തയിൽ പോകുമ്പോൾ പകൽ വെളിച്ചത്തിൽ കണ്ട മാന്യന്മാർ തന്നെയാണ് രാത്രിയിൽ പോർച്ചർമാരായി വനത്തിലേക്ക് മൃഗങ്ങളെ വേട്ടയാടുവാൻ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഓരോരുത്തരുടെ പേരും ഞാൻ പതിയെ അവിടെ ഇരുന്ന് മറഞ്ഞിരുന്ന് മനസ്സിലാക്കി. അതിനിടയിൽ അവർ പറയുന്ന ഒരു കാര്യം എൻ്റെ ചെവിയിൽ പതിഞ്ഞു. നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരെങ്കിലും കണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നായിരുന്നു അതിലെ ഒരുത്തൻ ചോദിച്ചത്. അതിന് മറുപടിയും വളരെ നിസ്സാരമായി തന്നെ പറഞ്ഞു, ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ നീ, ഈ വലിയ കാട്ടുപോത്ത്, അതിലും വലിയവനൊന്നും ഇവിടേക്ക് വരാറില്ലല്ലോ, വന്നാൽ അവൻ്റെയും ഗതി ഇത് തന്നെയായിരിക്കും. ഇത് വലിയ വിശാലമായ വനമാണ്, ഇവിടെ ഒരുത്തിനെ കൊന്നു കുഴിച്ചു മൂടിയാലും പുറം ലോകമൊന്നും അറിയാൻ പോകുന്നില്ല. അതിൽ നിന്നും വളരെ വ്യക്തവുമാണ് അവർ എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവരാണെന്ന്. നേരം പുലരുന്നതുവരെ കാത്തിരിക്കുക, അത് മാത്രമാണ് ആ സമയം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. സമയം അർദ്ധരാത്രി കഴിഞ്ഞു കാണും. കൊതുകും കീടങ്ങളും വല്ലാതെ എന്നെ ശല്യം ചെയ്യുന്നു. എങ്കിലും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ഞാൻ അവിടെ തന്നെ അങ്ങനെ പതുങ്ങിയിരുന്നു, അവരുടെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട്. അവരിപ്പോൾ അവിടെ വെടിവെച്ചിട്ട ആ മൃഗത്തിന്റെ തൊലി മുഴുവൻ ഇരിഞ്ഞു കഴിഞ്ഞു. മാംസങ്ങൾ വെട്ടിനുറുക്കി ഉപ്പിട്ട് ചാക്കിലാക്കുന്ന തിടുക്കത്തിലാണ്. അതിന്റെ കരളും മറ്റു ഭാഗങ്ങളും അവർ വേറെ വേറെ മാറ്റി വെച്ചിരിക്കുന്നു. ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും അവരും അറിയാത്ത മറ്റൊരു സംഭവം അവിടെ അതേപോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അവർ തീ കൂട്ടിയിട്ട അതിനരികിലത്തെ ഒരു വലിയ മരത്തിൽ, അതിന്റെ ശിഖരത്തിൽ അവരുടെ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരവസരത്തിന് വേണ്ടി ഒരു പുലി പതുങ്ങിയിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ശിഖരത്തിന്റെ അനക്കമാണ് എൻ്റെ ശ്രദ്ധ അവനിലേക്ക് കൊണ്ടുവന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം എനിക്ക് പിടികിട്ടി, നരഭോജിയായ പുലിയാണെന്ന കാര്യം. കാരണം ഇതിനു മുന്നേ ഇവനെ പറ്റിയുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. പല ഗ്രാമീണരും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വന്ന് ഇവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞ കഥകളിലെ രക്തദാഹിയായ മാംസക്കുതിയനായ വില്ലനാണവൻ. എന്നാൽ അവൻ ശാന്തനായി ആ മരക്കൊമ്പിൽ അങ്ങനെ വിശ്രമിക്കുകയാണ്. അവന്റെ കണ്ണുകൾ പോകുന്നത് താഴെ മാംസം കൊത്തിയരിഞ്ഞുകൊണ്ടിരിക്കുന്ന പോച്ചർമാരുടെ മേലേക്കാണെന്നും എനിക്ക് വ്യക്തമായി. പിന്നെ കുറച്ചു സമയത്തെ കാത്തിരിപ്പിന് ശേഷം പതിയെ അവൻ എഴുന്നേൽക്കുകയും താഴെ ഉണ്ടായിരുന്ന ഒരാളുടെ മുകളിലേക്ക് ചാടി വീഴുകയും ചെയ്തു. അവിടെ കത്തി ജ്വലിക്കുന്ന വിറകിന്റെ വെളിച്ചത്തിൽ ഞാൻ വ്യക്തമായി തന്നെ കണ്ടു, ആ പുലി കൃത്യം തന്നെ അതിലൊരു പോച്ചറിന്റെ കഴുത്തിലേക്ക് അവന്റെ കൂർത്ത കോമ്പലുകൾ ഇറക്കുന്നതും അവന്റെ മുൻകാലുകൾ കൊണ്ട് അവന്റെ ഇരു തോളിലേക്കും കൂർത്ത നഖങ്ങൾ ആഴത്തിലിറക്കി പുറകിലേക്ക് മറിച്ചിടുന്നതും. അവിടെ കൂടി നിന്നവർ ഉച്ചത്തിൽ അലറി. തോക്ക് കയ്യിലെടുക്കുവാൻ പോലും സമയം അവർക്ക് കിട്ടിയില്ല. കയ്യിലുണ്ടായിരുന്ന വാളുകളും മറ്റും എടുത്തുകൊണ്ട് ആ പുലിയുടെ നേരെ അവർ ആക്രമിക്കുവാൻ ചെന്നു. തന്റെ ഇരയെ പിടിവിട്ടതിന് ശേഷം ആ പുലി തന്റെ നേരെ അടുക്കുന്നവർക്ക് നേരെയും ചീറിയെടുത്തു. ഉച്ചത്തിൽ ഗർജിച്ചു. അതിൽ ഒരാളുടെ നെഞ്ചിലേക്ക് ചാടി വീഴുകയും മുഖത്തു മാന്തുകയും ചെയ്തു. അതോടെ കളി മാറി. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ആ വനത്തിലേക്ക് അവർ ചിതറിയോടി. പുലിയുടെ ആക്രമണത്തിന് ഇരയായ ആ വേട്ടക്കാരൻ തന്റെ ജീവന് വേണ്ടി അവിടെ കിടന്ന് പിടയുന്നു. ഇനിയും ആരാലും അവനെ രക്ഷിക്കുവാൻ സാധിക്കില്ല. കാരണം ആ പുലി തന്റെ കൂർത്ത കോമ്പല്ലുകൾ ഉപയോഗിച്ച് അവന്റെ കഴുത്ത് കടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. അതിൽ നിന്നും രക്തം ചീറ്റുകയാണ്. ജീവന് വേണ്ടി അയാൾ പിടഞ്ഞു പിടഞ്ഞ് അവർ വെട്ടിയിട്ട ആ പോത്തിന്റെ രക്തത്തിൽ അയാൾ കുഴഞ്ഞു മറിഞ്ഞു. കാലുകളും കൈകളും നിലത്ത് ശക്തമായി അടിക്കുന്നുണ്ട്. തന്റെ കൂട്ടാളികളെല്ലാം ചിതറി ഓടിയിരിക്കുന്നു. ആരും ഇനി അവിടേക്ക് തിരികെ വരില്ല. ആ പുലി ചുറ്റുപാടും നോക്കി. ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തന്റെ ഇരയുടെ അരികിലേക്ക് മടങ്ങി. ജീവൻ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാതെ വീണ്ടും അവന്റെ കഴുത്തിലേക്ക് കടിമുറുക്കി ഒന്ന് കുടഞ്ഞു. അതോടെ പൂർണ്ണമായും ജീവൻ അവസാനിപ്പിച്ചു. അവന്റെ കണ്ണുകൾ മലക്കെ തുറന്നിരിക്കുന്നു. അവന്റെ കൈകൾ ഇറുക്കി പിടിച്ച നിലയിലും നാക്ക് തള്ളി പുറത്തു വന്ന നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ആരാണെന്ന് എനിക്കറിയില്ല. അല്പസമയത്തിന് ശേഷം ആ പുലി അവനെയും കടിച്ചു വലിച്ചെടുത്തുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ആ ഇരുട്ടിലേക്ക് മറഞ്ഞു. അല്പസമയം കൂടി ഞാൻ അവിടെ കാത്തിരുന്നു. അതിനുശേഷം പതിയെ ഞാൻ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെന്നു. ആ വലിയ പോത്തിന്റെ ശരീരം ഞാൻ കണ്ടു. അതിന്റെ അരികിലായി അവർ വെട്ടിക്കേറ്റിയിരിക്കുന്ന ആ കാട്ടുപോത്തിന്റെ മാംസവും വാക്കത്തികളും തോക്കുമെല്ലാം നിലത്ത് കിടക്കുന്നു. നിലത്ത് കിടന്ന ആ നാടൻ തോക്ക് ഞാൻ പതിയെ എടുത്ത് എൻ്റെ കൈവശപ്പെടുത്തി. ആ തോക്കുമായി ഞാൻ തിരികെ
ഫോറസ്റ്റ് ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. സംഭവം നടന്ന സ്ഥലത്ത് നിന്നും കുറച്ചു മാറി ഞാൻ എൻ്റെ ടോർച്ച് ഓൺ ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ പതിയെ ശാന്തനായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. നടക്കുമ്പോഴും എൻ്റെ ചിന്ത ഒന്നു മാത്രമായിരുന്നു, അവർ ഉറപ്പായും ആ പുലിയെ കണ്ടിരിക്കുന്നു. ഇനിയും ഒരിക്കലും ആ 4 പേരടങ്ങുന്ന ആ സംഘം ഈ വനത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കുകയില്ല. കാരണം അവരുടെ മുന്നിൽ വെച്ചാണ് അവരുടെ സംഘത്തിലെ പ്രധാനിയെ ആ പുലി കൊണ്ടുപോയത്. ഈ ഭയം അവർ മരിക്കുന്നോളം അവരുടെ മനസ്സിൽ കാണും, അല്ലെങ്കിൽ ഒരു പകയായി അത് എരിഞ്ഞടങ്ങും. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് RV മസ്താനയുടെ ഒരു വേട്ടക്കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. പലപ്പോഴും കബനി നദിയുടെ തീരത്ത് ഞാൻ വന്നിരിക്കാറുണ്ട്. പലരും കബനി നദിയുടെ തീരത്തേക്ക് മീൻ പിടിക്കാൻ വരാറുണ്ട്. ആ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ കുറച്ചു നേരം അവിടെ വിശ്രമിക്കും. അതിനുശേഷം കാൽനടയായി വനത്തിനുള്ളിലേക്ക് നടന്നു കയറും. പിന്നീട് നടന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കാം ഞാൻ തിരികെ വീണ്ടും കബനി നദിയുടെ തീരത്തെത്തുന്നതും അവിടെ നിന്നും റേഞ്ച് ഓഫീസിലേക്ക് മടങ്ങുന്നതും. വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുവാൻ സാധിക്കില്ല. നമ്മൾ എത്ര ദൂരം നടന്നുവെന്നോ അറിയുവാൻ സാധിക്കില്ല. വനത്തിൻ്റെ ഭംഗിയും മൃഗങ്ങളുടെ ശബ്ദങ്ങളും കോലാഹലങ്ങളും കിളികളുടെ കരച്ചിലുമെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ വനത്തിലൂടെ നടക്കാം. വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ഉണ്ടാകുന്നത് വല്ലാത്ത ഒരു അനുഭവമാണ്. നല്ല അന്തരീക്ഷം, നല്ല ശുദ്ധമായ വായു, അതിനു പുറമെ വനത്തിൻ്റെ ഗന്ധമെന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. അതിങ്ങനെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് നല്ല സുഗന്ധം തോന്നും. മരങ്ങളിലേക്ക് വളർന്നു കയറിയിരിക്കുന്ന വള്ളിപ്പടർപ്പുകളിലും മറ്റും പൂത്ത പൂക്കളുടെ ഗന്ധം, നിലത്ത് വീണ് അഴുകിയ ഇലകളുടെയും കൂണുകളുടെയും എല്ലാം ഗന്ധം കൂടിക്കലർന്ന വല്ലാത്ത ഗന്ധമാണ് വനത്തിനുള്ളത്. അത് അവിടേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. വനത്തിലൂടെ നടക്കുമ്പോൾ പല മൃഗങ്ങളുടെയും കാലടയാളങ്ങൾ നമ്മൾ കാണും. സ്ഥിരമായി കാണുന്നവയുണ്ട്, അല്ലെങ്കിൽ അപൂർവമായി കാണുന്നവയുണ്ട്. സ്ഥിരമായി കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ആ ജന്തു അല്ലെങ്കിൽ ആ ജീവി എവിടേക്കാണ് പോയിരിക്കുക എന്ന്. വഴിയിൽ വെച്ച് പല ആനകളെയും നമ്മൾ കാണാറുമുണ്ട്. ഒറ്റയാന്മാരെ കാണുമ്പോൾ ഞാൻ വനത്തിലേക്ക് കയറി മറയും. ആനക്കൂട്ടങ്ങളെ കാണുമ്പോഴും അതുപോലൊക്കെ തന്നെയാണ്. അവരുടെ സഞ്ചാരപാതയ്ക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അവരല്ലേ വനത്തിൻ്റെ ഉടമകൾ. നമ്മൾ ഇവിടേക്ക് കയറുന്നവരാണ്. ഇവയൊക്കെ സംരക്ഷിക്കുന്ന വെറും സംരക്ഷകർ മാത്രമാണ്. അവരുടെ മാർഗത്തിന് തടസ്സമുണ്ടാക്കുവാൻ നമ്മൾ ആരാണ്? കുറച്ചു സമയം വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു മരത്തിലെ കമ്പ് ഞാൻ വെട്ടിയെടുക്കും. പിന്നെ അതിലൂന്നിയായിരിക്കും മുന്നിലേക്കുള്ള എൻ്റെ യാത്ര. വനത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ പ്രധാനമായും ധരിക്കുന്നത് ഗംബൂട്ടുകളാണ്. നമ്മൾ പോകുന്ന മാത്രയിൽ ഏതെങ്കിലും വിഷപ്പാമ്പുകളെ കാണുകയാണെങ്കിലോ അറിയാതെ ചവിട്ടുകയാണെങ്കിലോ ഉറപ്പായും അവർ കൊത്തും. അങ്ങനെ കൊത്തിയാൽ വിഷം എൻ്റെ ശരീരത്തിലേക്ക് പടരാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ബൂട്ടുകൾ ധരിക്കുന്നത്. ഇതിനു മുന്നേ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരാൾ മരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റബ്ബർ ഗംബൂട്ടുകൾ ധരിക്കുന്നത്. അതുമാത്രമല്ല, പോകുന്ന പാതയിൽ പല നീർച്ചാലുകളുണ്ട്. ആ നീർച്ചാലുകൾ കടന്നു വേണം അപ്പുറത്തെത്തുവാൻ. നീർച്ചാലുകൾ വലിയ ആഴമുള്ളവയൊന്നുമല്ല എങ്കിലും ഉറപ്പായും നമ്മൾ മുട്ടുവരെയെങ്കിലും നമ്മുടെ പാൻറ്റുകൾ കയറ്റി വെക്കേണ്ട ആവശ്യം വരും. സാധാരണ ബൂട്ടുകളാണെങ്കിൽ എപ്പം നശിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി. വഴികളുള്ള പ്രദേശത്തു കൂടി പോകുമ്പോഴും ഇത് തന്നെയാണ് ഉത്തമം. ഉച്ചക്കലത്തെ ആഹാരം വനത്തിനുള്ളിൽ എവിടെയെങ്കിലും വെച്ച് കഴിക്കും. അതിനുശേഷം അടുത്തുള്ള ഏതെങ്കിലും ഒരു നീരുറവയിലോ മറ്റും വന്ന് ഞാൻ എൻ്റെ വായും മുഖവും എല്ലാം ഒന്ന് കഴുകും. അവിടുന്ന് തന്നെ എടുത്ത് വെള്ളവും കുടിക്കും. പിന്നീട് യാത്ര തുടരും. ഇതാണ് ഞാൻ ദിവസവും ചെയ്യുന്നത്. സ്ഥിരമായി സന്ദർശിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം പല മൃഗങ്ങളുടെയും രൂപവും ഭാവവും എല്ലാം തിരിച്ചറിയുവാൻ എനിക്കിപ്പോൾ കഴിയുന്നത്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നില്ലേ വനത്തിനുള്ളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗക്കാരെ പറ്റി, കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ടവരെ. ഞാൻ പലപ്പോഴും അവരുടെ ആദിവാസി ഊരുകളിലേക്ക് പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തേനികളും കുന്തിരിക്കവും എല്ലാം എനിക്കവർ നൽകും. എന്നെ അവർ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കാണുന്നത്. എൻ്റെ കൂടെ പലരും വനത്തിലേക്ക് വരാറുമുണ്ട് എന്നെ സഹായിക്കുവാൻ വേണ്ടി. നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമല്ലേ, അത് നടക്കുന്നതിനും ഏകദേശം മാസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം നടന്നത്. അങ്ങനെ എല്ലാ തവണത്തെയും പോലെയും ഞാൻ വനത്തിലൂടെയെല്ലാം റോഞ്ചി ചുറ്റി ഞാൻ പതിയെ വനത്തിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ആദിവാസി ഊരിലേക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ ആളുകളോട് കുശലങ്ങളെല്ലാം അന്വേഷിച്ചു. അല്പസമയം അവരോടെല്ലാം സംസാരിച്ച് അവിടെ വിശ്രമിച്ച് നിൽക്കുന്ന സമയമാണ്
അതിലെ ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ വനത്തിലൂടെ പോകുന്ന സമയം ഇനിയും ശ്രദ്ധിക്കണം. മേട്ടിക്കുപ്പ വനത്തിൽ പുലി ഇറങ്ങിയെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 2-3 ആളുകളെ അവൻ കൊണ്ടുപോയി. വനമല്ലേ, അതിർത്തികളില്ലല്ലോ. ഏത് സമയവും അവൻ ഇവിടേക്കും ഈ വന അതിർത്തിയിലേക്കും എത്തും. മൃഗങ്ങളുടെ കാര്യം നമുക്ക് പറയുവാൻ സാധിക്കില്ലല്ലോ സാറേ. ഓരോ രാത്രിയും ഞങ്ങൾ തള്ളി നീക്കുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വനത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. വന്യജീവികളെ ഭയന്ന് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുലിയോ ആനയോ ഒക്കെ ഇറങ്ങുന്നെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരാന്തലാണ്. യജമാൻ ഞങ്ങളുടെ കുടിലുകളെല്ലാം കണ്ടിട്ടില്ലേ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളും. ഇത്രയും സുരക്ഷിതമായി മാത്രമേ ഞങ്ങൾക്ക് ഈ വനത്തിൽ താമസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ലായിരിക്കും. ഇതിനോടകം തന്നെ ആ പുലിയെ ആരെങ്കിലും വെടിവെച്ച് കൊന്നു കാണും. നിങ്ങളൊന്ന് സമാധാനപ്പെടും. പരിഹാരമില്ലാത്ത കാര്യങ്ങളുണ്ടോ ഈ വനത്തിൽ? നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, കഴിഞ്ഞ വർഷം അവസാനത്തിൽ വനത്തിലിറങ്ങിയ ആ ഒറ്റയാന്റെ കാര്യം. അവൻ എന്താണ് സംഭവിച്ചതെന്നും നിങ്ങൾക്കറിയില്ലേ? കബനി നദിയുടെ തീരത്ത് നിന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ഒരു പാവം മനുഷ്യനെ, ഒരു വൃദ്ധനായ മനുഷ്യനെ അവൻ തൂക്കിയെടുത്ത് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു. അവിടെ ഉണ്ടായിരുന്ന 2-3 കടകൾ അവൻ തകർത്തു. റേഞ്ചർ സാർ എന്താണ് ചെയ്തതെന്ന് കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഇരട്ടൽക്കൂടിൽ നിന്ന് വന്ന ഒരു വെടിയുണ്ട അവന്റെ മസ്തകം തകർത്തു. കബനി നദിയുടെ തീരത്ത് തന്നെ അവൻ ചത്തടിയുകയും ചെയ്തു. റേഞ്ചർ സാഹിബ് ഉള്ളപ്പം നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം നോക്കിക്കോളും. ഇതിനോടകം തന്നെ അദ്ദേഹവും ആ പുലിയെ പറ്റിയുള്ള വാർത്തകൾ കേട്ടിരിക്കാം. അവനെ കൊല്ലുവാനുള്ള പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കിയിരിക്കാം. നിങ്ങൾ ഭയക്കാതിരിക്കൂ. അതുമല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വേട്ടക്കാരനെ കൊണ്ടുവരാമെന്നേ. ഗവൺമെന്റ് ഇല്ലേ, സർക്കാർ അവനെ കൊല്ലുന്നതിനുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കും. അതിൽ ആകൃഷ്ടരായ ആരെങ്കിലുമൊക്കെ നമ്മുടെ വനത്തിലേക്ക് വരാതിരിക്കില്ല. ഞാൻ ഇതൊന്നും പറയാനല്ല ഇങ്ങോട്ട് വന്നത്, നിങ്ങളോട് മറ്റൊരു കാര്യം ചോദിക്കുവാൻ വേണ്ടിയാണ്. കഴിഞ്ഞ രാത്രിയിൽ ആരെങ്കിലും ഈ ഭാഗത്തേക്ക് വന്നിരുന്നോ? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും, അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും കിഴക്കോട്ട് ആ കുഞ്ഞിമല ഭാഗത്തേക്ക് പോയിരുന്നോ? അവിടുത്തെ ആളുകൾ കാര്യം തിരക്കി. കാര്യം എന്താണ് സാറേ, കാര്യം എന്താണ്? അവർ തിരക്കി. അതിനുള്ള മറുപടിയും ഞാൻ നൽകി. കിഴക്കൻ കുന്നിലേക്ക് പോകുന്ന ഭാഗത്തെ ഒരു വലിയ മരം കാണാനില്ല. വെട്ടിയിട്ട് ഏകദേശം 2 ദിവസം മാത്രമേ ആകുന്നുള്ളൂ എന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും അവിടെ എല്ലാം വ്യക്തമായി നോക്കിയതാണ്. അപ്പോഴൊന്നും മോഷണം പോയതല്ല. ഇത് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 2 ദിവസങ്ങൾക്ക് മുന്നേ ആരോ മനഃപൂർവ്വം മുറിച്ചു കടത്തിയിരിക്കുന്നതാണ്. നിങ്ങൾക്കാർക്കും ഇതിൽ പങ്കില്ലെന്ന് ഞാൻ കരുതുന്നു. പങ്കുണ്ടെന്നെങ്ങാണം ഞാൻ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. റേഞ്ചർ സാഹിബ് ഇങ്ങോട്ട് വരും. പിന്നെ ചോദ്യമായി പറച്ചിലായി നിങ്ങളിൽ പങ്കുള്ളവനെ എടുത്തുകൊണ്ട് പോകുകയും ചെയ്യും. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാണ് പുറത്തേക്ക് വരിക എന്നും നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് കൂടുതൽ വിളച്ചിലെടുക്കരുത്. വരുത്തന്മാര് പലതും പറയും, പല വാഗ്ദാനങ്ങളും നൽകും. ഒരുപക്ഷെ തന്നില്ലെന്നോ തന്നെന്നോ വരും. അവർക്ക് ഒത്താശ ചെയ്യാനിരുന്നാൽ നിങ്ങളുടെ ജീവിതം ഈ കാട്ടിൽ ചവിട്ടി അരയ്ക്കപ്പെടും. ഞാൻ അവരെ ഒന്ന് ഭയപ്പെടുത്തി, നല്ല പോലെ തന്നെ ഒന്ന് ഭയപ്പെടുത്തി. അവർ ആണയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന്. കള്ളക്കൂട്ടങ്ങളാണ്. അവർക്കിതിൽ പങ്കുണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്നും വരട്ടിയില്ല എങ്കിൽ ഇതിൽ കൂടുതലും സംഭവിക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ പതിയെ ആ ഗ്രാമത്തോട് വിട പറഞ്ഞു. നേരം ഇപ്പോൾ വൈകുന്നേരമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ നടത്തം തുടങ്ങി റേഞ്ച് ഓഫീസിലേക്ക്. നടന്നു പോകുന്ന വഴിയും കോരൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവർ പറഞ്ഞതുപോലെ ആ നരഭോജിയായ പുലി ഇനിയും നമ്മുടെ കാടതിർത്തിയിലെങ്ങാണം വരുമോ? അവനെപ്പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ട്. അവനെപ്പറ്റി കൂടുതൽ കാര്യം അറിയേണ്ടതുണ്ട്. മേട്ടിക്കുപ്പ എന്ന വനം കിടക്കുന്നത് വലിയ ദൂരത്തൊന്നുമല്ല, ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ്. ഞാൻ റേഞ്ച് ഓഫീസിൽ എത്തിയപ്പോഴേക്കും മറ്റുള്ളവരും അവിടെ എത്തിയിരുന്നു. അതിൽ നിന്നും ഒരാൾ പറഞ്ഞത് പ്രകാരം മറ്റൊരു വാർത്തയും ആ പുലിയെപ്പറ്റി ഞാൻ കേട്ടു. കാരപ്പുര എന്ന ഫോറസ്റ്റ് അതിർത്തിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെയും ആ പുലി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടുത്തെ വനാതിർത്തിക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു കുട്ടിയെ ഒരു പുലി പിടിച്ചുകൊണ്ടുപോയി എന്ന വാർത്തയായിരുന്നു അവർ എന്നോട് പറഞ്ഞത്. അല്പസമയം മുന്നെയാണ് ഇവിടേക്ക് ആ ഗ്രാമത്തിലെ ആളുകൾ വന്നതെന്നും ഈ സംഭവത്തെപ്പറ്റി പറഞ്ഞതെന്നും അവർ പറഞ്ഞു. ഞാൻ വളരെ വ്യക്തമായി അവിടെ നടന്ന സംഭവത്തെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കി. അവിടുത്തെ ആളുകൾ അവരോട് പറഞ്ഞത് എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ അവരെന്നോടും പറഞ്ഞു. മേട്ടിക്കുപ്പ എന്ന വനഭാഗത്ത് ഒരു പുലി ഇറങ്ങിയ കാര്യം എല്ലായിടവും പാട്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലും ഓരോരുത്തരും വന്ന് ആ പുലിയെപ്പറ്റി പല കാര്യങ്ങളും പറഞ്ഞു. ഇതിനോടകം തന്നെ ഏകദേശം 2 പേരെ ആ പുലി പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള കാര്യമെല്ലാം അവരും ഞങ്ങളോട് പറഞ്ഞിരുന്നു. മേട്ടിക്കുപ്പ എന്ന ഭാഗത്തു നിന്നും അവൻ ഇവിടേക്ക് വരില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങളും കരുതിയിരുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അത് നടന്നു.
നേരം പുലർന്ന സമയമാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഈ സമയത്താണ് ഗ്രാമത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്, പാല് വാങ്ങിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായല്ല. അങ്ങനെ ഗ്രാമത്തിൽ നിന്നും ഒരു കുട്ടി, അവന് ഏകദേശം 12 വയസ്സേ പ്രായമുള്ളൂ, പാവം, അവന്റെ വീട്ടിൽ നിന്നും പാല് മേടിക്കുവാനുള്ള പാത്രം എടുത്തുകൊണ്ട് അവൻ ഗ്രാമത്തിന്റെ വീതികളിലൂടെ നടന്നു തുടങ്ങി. വനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ ഇവിടെയുമെല്ലാം മരങ്ങളും നിൽപ്പുണ്ട്. എവിടെ നിന്നാണ് ആ പുലി വന്നതെന്ന് ആരും കണ്ടില്ല. കുറച്ചു സമയത്തിന് ശേഷം അതുവഴി കടന്നുപോയ ഒരാളാണ് ചിതറിക്കിടക്കുന്ന പാത്രവും അവിടെ വീണ് കിടക്കുന്ന രക്തത്തുള്ളികളും പുലിയുടെ കാലടയാളങ്ങളും മറ്റും കണ്ടത്. അയാൾ ബാക്കിയുള്ളവരെ വിളിച്ചറിയിച്ചു. വളരെ വേഗം തന്നെ ആളുകളെല്ലാം അവിടേക്ക് ഓടിക്കൂടി. ആരെയാണ് കൊണ്ടുപോയതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ അവിടെ കൂടിയ ആളുകൾ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു. എൻ്റെ മകനെ എന്ന് പറഞ്ഞായിരുന്നു ഉച്ചത്തിൽ നിലവിളിച്ചത്. നിലത്ത് കിടന്ന ആ പാത്രവും കീറിയ വസ്ത്രത്തിന്റെ തുണ്ടുകളിൽ നിന്നും ആളെ അയാൾക്ക് മനസ്സിലായി. അവൻ എൻ്റെ മകനാണ്. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു, തലയിൽ കൈവച്ച് നിലത്തിരുന്നു. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. രക്തത്തുള്ളികൾ നീണ്ടുപോകുന്നത് വനത്തിലേക്കാണ്. വനത്തെ അയാൾ വല്ലാതെ ശപിച്ചു. അവിടെ കൂടി നിന്നവർ കമ്പുകളും കൊള്ളികളുമായെല്ലാം ആ വനത്തിലേക്ക് നടന്നു. പുലിയുടെയും വലിച്ചിഴച്ച പാടിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു അവർ വനത്തിനുള്ളിലേക്ക് ട്രാക്കുകൾ പിന്തുടർന്നു പോയത്. ഏറെ ദൂരം സഞ്ചരിച്ചു. കുറേ ദൂരം ആ ട്രാക്ക് പിന്തുടരുവാൻ അവർക്ക് സാധിച്ചു. കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തേക്കാണ് ആ ശരീരം ആ പുലി വലിച്ചിഴച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഇലകളിലും മറ്റും രക്തത്തുള്ളികൾ വ്യക്തമായി കാണാം. കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് പോയപ്പോൾ എവിടേക്കാണ് ആ പുലി പിന്നീട് ശരീരം വലിച്ചടിച്ചു കൊണ്ടുപോയതെന്ന് കണ്ടെത്തുവാൻ അവർക്കാർക്കും സാധിച്ചില്ല. അങ്ങനെ പാതി വഴിയിൽ അവരുടെ സെർച്ച് അവസാനിപ്പിച്ചു. പിന്നീടുള്ളത് ഈ വിവരം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് പറയുക എന്നതാണ്. അവിടെ നിന്നും അവരുടെ സഹായത്തോടെ വീണ്ടും തിരച്ചിൽ തുടരണം. അതിനുവേണ്ടിയായിരുന്നു അവർ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയത്. നിങ്ങൾ പോയി കഴിഞ്ഞ് ഏകദേശം കൃത്യമായി 10-15 മിനിറ്റുകൾക്കപ്പുറം ഇവിടെ നിന്നും റേഞ്ചറും മറ്റാൾക്കാരും പോയിരുന്നു തിരച്ചിലിന്. ഒരു രക്ഷയുമില്ല. അവർക്കാർക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ എവിടേക്കാണ് ആ ശരീരം കൊണ്ടുപോയതെന്ന് പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല. നിരാശരായാണ് റേഞ്ച് ഓഫീസർ ഇവിടേക്ക് മടങ്ങിയെത്തിയത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കോപവും കലിയും കാണാമായിരുന്നു. റേഞ്ച് ഓഫീസറിൻ്റെ കൂടെ തിരയാൻ പോയ ഒരാൾ വന്നു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സാറ് നല്ല ദേഷ്യത്തില, കണ്ടു നിൽക്കാൻ കഴിയത്തില്ല സാറേ. അവിടുത്തെ ആളുകളുടെ കരച്ചിലും വിഷമവും നിലവിളിയുമെല്ലാം. ആ ചെറുക്കൻ്റെ പ്രായമായ അമ്മുമ്മ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് സാറിൻ്റെ കാലിൽ വന്ന് വീണു. പൊന്നു സാറേ, ചങ്ക് പെടഞ്ഞുപോയി. അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെയും ഉണ്ടായിട്ടില്ല. സാറിൻ്റെ കണ്ണ് നിറഞ്ഞ് കലങ്ങി. ഞാൻ വ്യക്തമായി കണ്ടു. അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത് പോലെയെല്ലാം വനത്തിൽ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒരു തുമ്പും കിട്ടിയില്ല. ഇവിടേക്ക് വന്ന പാടെ തന്നെ മേലുദ്യോഗസ്ഥർക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകി. ഒരു നരഭോജിയായ പുലി തങ്ങളുടെ വനാതിർത്തിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും എങ്ങനെയും അവനെ കൊല്ലണമെന്നും പറഞ്ഞാണ് ആ റിപ്പോർട്ട് നൽകിയത്. ഉറപ്പായും 2-3 ദിവസത്തിനകം അതിന് മറുപടി കിട്ടും. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അധികാരികൾ ഉറപ്പായും അവനെ കൊല്ലുന്നവർക്കുള്ള പാരിതോഷികം പ്രഖ്യാപിക്കും. ഇതുവരെയും അവൻ പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നത് കുട്ടികളെയാണ്. ഏകദേശം 15-16 അടുത്ത് പ്രായമുള്ളവരെ വരെയാണ് അവൻ ഇതുവരെയും കൊലപ്പെടുത്തി കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ 2 പേരുടെ ശരീരം കിട്ടി. അവൻ അവസാനം പിടിച്ച ഒരാളുടെ ശരീരം മാത്രമാണ് കണ്ടുകിട്ടാത്തത്. എന്നെങ്കിലും എവിടെങ്കിലും വെച്ച് കാണുമായിരിക്കാം, അവർ പറഞ്ഞവസാനിപ്പിച്ചു. കാരപ്പുറ എന്ന ഫോറസ്റ്റ് അതിർത്തിയിലുള്ള ആ ഗ്രാമത്തിലേക്ക് ഞാനും പിറ്റേ ദിവസം പോയിരുന്നു. അന്നത്തെ ദിവസവും ആ കുട്ടിയെ തിരക്കിയുള്ള തിരച്ചിൽ അവിടെ ഊർജിതമായി ഉണ്ടായിരുന്നു. അവരെല്ലാം ഇന്നലെ പറഞ്ഞത് ശരിയാണ്. ഗ്രാമത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. അവരെയൊക്കെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല. അവൻ്റെ അമ്മയുടെ കരച്ചിൽ അതിപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. അവൻ്റെ അച്ഛൻ്റെ നിസ്സഹായത അവസ്ഥ ആ മുഖത്ത് നെളിച്ച് കാണാമായിരുന്നു. അവന് ഒരു സഹോദരനാണുള്ളത്. ഏകദേശം 18-19 പ്രായമുണ്ട് അവന്. അവൻ്റെ കണ്ണിലെ അടങ്ങാത്ത രോഷം, പക എന്നിവയെല്ലാം ആ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്നു. ആ പുലിയെ അവൻ്റെ കൺമുന്നിൽ കിട്ടിയാൽ ഇപ്പം തീർക്കുമെന്ന മട്ടിലായിരുന്നു ആ ചെറുക്കനുണ്ടായിരുന്നത്. അവനെയെല്ലാം ആശ്വസിപ്പിച്ച് അടക്കി തിരികെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു. കുറച്ചു പേരടങ്ങുന്ന സംഘങ്ങളുമായി ഞങ്ങൾ കാട് മുഴുവൻ അരിച്ചു പെറുക്കി. ഈ തിരച്ചിൽ ഏകദേശം 2-3 ദിവസത്തോളം നീണ്ടുനിന്നു. ഞങ്ങളുടെ തിരച്ചിലിൻ്റെ അവസാനത്തെ ദിവസം ഞങ്ങൾ ആ ചെറുക്കൻ്റെ ശരീരം കണ്ടെത്തി. വനത്തിലേക്ക് തേൻ ശേഖരിക്കുവാൻ വേണ്ടി പോയ കുറുമ്പാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി യുവാവാണ് ഈ വിവരം ഞങ്ങളോട് വന്ന് പറഞ്ഞത്.
ശരീരം കണ്ട സ്ഥലത്തിന്റെ അടയാളവും എല്ലാം അവൻ വിശദമായി തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞ വഴിയും അടയാളവും പ്രകാരം ഞങ്ങൾ ആ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ദുർഗന്ധം, അവിടെ പാറിപ്പറന്നു നടക്കുന്ന മണിയൻ ഈച്ചകൾ. ശരീരത്തിന് ഇപ്പോൾ തന്നെ ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ട്. ഞങ്ങൾ മൂക്കെല്ലാം തപ്പി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞ ആ ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഒരു ചെറിയ കുറ്റിക്കാടിനകത്തേക്ക് കയറി നിൽക്കുന്ന നിലയിലായിരുന്നു ആ ശരീരം കിടന്നിരുന്നത്. ഈച്ചകൾ വട്ടമിട്ട് പാറിപ്പറക്കുന്നു. അവയുടെ മൂടലുകൾ ചെവിയിലേക്ക് തുളച്ചു കയറുന്നു. ദുർഗന്ധം പറയാനും വയ്യ. ശരീരം പതിയെ കുറ്റിക്കാടിന് പുറത്തേക്ക് എടുത്തിട്ടു. കാലുകളിലെയും കൈകളിലെയും മാംസം ഒഴിച്ച് ബാക്കിയെല്ലാം ആ കടുവ ആഹരിച്ചിരിക്കുന്നു. നട്ടെല്ലുകളും വാരിയലുകളുമെല്ലാം ചിതറി ആ കുറ്റിക്കാടിൽ തന്നെ കിടക്കുകയാണ്. അതെല്ലാം വാരി അടുക്കി ഒരു പഴയ ചാക്കിനകത്ത് കയറ്റി ആളുകൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. ആ ശരീരം കിടന്നിരുന്ന ആ മരത്തിലെ അടയാളം ഞാൻ വ്യക്തമായി ശ്രദ്ധിച്ചു. പുലിയുടെ കാലടയാളമായിരുന്നു അത്. മരത്തിന്റെ തൊലിയുടെ പട്ട അവൻ അള്ളി മാന്തി പറിച്ചെടുത്തിരിക്കുന്നു. ആ മരത്തിലേക്ക് കയറുന്നതിന്റെ കൂട്ടത്തിൽ പറ്റിയതായിരിക്കാനേ വഴിയുള്ളൂ, ഞാൻ ചിന്തിച്ചു. ഒരു പക്ഷേ ഇരയെ കൊണ്ടിട്ട ശേഷം അവൻ ഈ മരത്തിലിരുന്നായിരിക്കാം ചുറ്റുപാടും വീക്ഷിച്ചിരിക്കുക. എന്തായാലും ഒരാഴ്ചക്കപ്പുറം ആ പുലിയെ കൊല്ലുവാനുള്ള ഉത്തരവ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് കിട്ടി. 300 രൂപയാണ് ആ പുലിയെ കൊല്ലുന്നവർക്കുള്ള പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ആ പുലിയെ പിടിക്കുവാൻ പല കെണികളും പല പദ്ധതികളും തയ്യാറാക്കി. അതിൽ ഞങ്ങളുടെ ഫോറസ്റ്റ് റേഞ്ചറും വരും. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും തലനാഴിഴയ്ക്കാണ് ആ പുലി രക്ഷപ്പെട്ടു പോയത്. ആ പുലിയെ കണ്ടുപിടിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഈ കാട്ടിൽ എത്ര പുലികളുണ്ട്, അതിൽ ഈ നരഭോജിയായ പുലിയെ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? അത് അവിടെ ഒരു അടയാളമുണ്ട്, ഒരു പ്രത്യേകതരം അടയാളം. ആരോ പണ്ടെങ്ങോ അവന് സമ്മാനിച്ചതാണ്. അവന് ഒരു ചെവിയില്ല, ഒരു ചെവി മുറിഞ്ഞു പോയിരിക്കുകയാണ്. അതാണ് കൃത്യമായി അവനെ മനസ്സിലാക്കുവാൻ പാകത്തിനുള്ള അടയാളം. അതെങ്ങനെ സംഭവിച്ചതാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. കബനി നദിയുടെ തീരത്ത് കാക്കനംകോട്ട വനത്തിനരികിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ കെട്ടിടമുണ്ട്. അതിനുള്ളിൽ അവനെ കണ്ടു എന്ന വിവരം ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. റേഞ്ചർ ഒന്നാമതേ അരിശം കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ പുലിയെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം തൻ്റെ ഡബിൾ ബാരലിൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് ആ പുലിയെ കൊല്ലുവാൻ വേണ്ടി ഞങ്ങളെയും കൂട്ടി ആ ഭാഗത്തേക്ക് പോയി. കബനി നദിയുടെ തീരത്ത് മീൻ പിടിക്കുവാൻ വന്ന ഒരാൾ വഴിയാണ് ആ പുലിയുള്ള ഭാഗത്തെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഞാനും 2-3 പേരും റേഞ്ചറും ഉൾപ്പെടെ ആ ഭാഗത്ത് എത്തിച്ചേർന്നു. റേഞ്ചറുടെ കൈവശം മാത്രമായിരുന്നു റൈഫിൽ ഉണ്ടായിരുന്നത് ആ സമയം. പതിയെ ഞങ്ങൾ ആ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. കാലടി ശബ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ മെല്ലെയായിരുന്നു നടന്നു ചെന്നത്. റേഞ്ചർ ആയിരുന്നു മുന്നിൽ നിന്നത്. പതിയെ ഞങ്ങൾ ചുറ്റുപാടും പരിശോധിച്ചു. അയാൾ പറഞ്ഞത് ശരിയാണ്. പുലി ഇവിടേക്ക് വന്നതിൻ്റെ കാലടയാളങ്ങൾ കൃത്യമായി അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഒരു കാര്യമുണ്ട്, ആ പുലി തന്നെയാണോ, ആ നരഭോജിയായ പുലി തന്നെയാണോ ഇതിനുള്ളിൽ ഇരിക്കുന്നതെന്ന് അറിയില്ല. ഒരു പുലി കയറിപ്പോകുന്നത് മാത്രമേ അയാൾ കണ്ടുള്ളൂ. അയാൾ ജീവനും പണയം വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി അകലുകയായിരുന്നു. പതിയെ ആ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. റേഞ്ചർ ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. പതിയെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നതും തകർന്നു കിടക്കുന്ന ഒരു തൂണിനും പുറകിൽ ഒരു പുലിയുടെ വാല് വ്യക്തമായി തന്നെ കണ്ടു. റേഞ്ചർ പതിയെ മുട്ടുകുത്തി നിലത്തേക്കിരുന്നു. പതിയെ റൈഫിലെടുത്ത് തോളിലേക്ക് വെച്ച് അവിടേക്ക് ഉന്നം പിടിച്ച് അങ്ങനെ നിന്നു. ഞങ്ങളോട് അവിടേക്ക് എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് ശബ്ദമുണ്ടാക്കുവാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ കിടന്ന ഒരു പഴയ തടിക്കഷ്ണം എടുത്ത് ഞങ്ങൾ അവിടേക്ക് വലിച്ചെറിഞ്ഞു. അത് വന്ന് വീണതും പുലി ചാടി എഴുന്നേറ്റു. കൃത്യമായി തന്നെ കണ്ടു ഒറ്റച്ചെവിനായ ആ പുലിയെ. അവൻ മുരണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കുതിക്കുവാൻ തുടങ്ങിയ സമയം തന്നെ അദ്ദേഹം തൻ്റെ കാഞ്ചി വലിച്ചു. പുലി ചാടി വരുമെന്ന് കരുതിയ ഭാഗത്തിന് നേരെയായിരുന്നു അദ്ദേഹം തോക്കു ചൂണ്ടി കാഞ്ചി വലിച്ചത്. എന്നാൽ വെടി പൊട്ടിയതിന് ശേഷമാണ് പുലി ഉയർന്നു ചാടിയത്. വെടിയുടെ അച്ച ആ കെട്ടിടത്തിൽ മുഴങ്ങി വലിയ ശബ്ദമുണ്ടായി. പുലി ഭയന്നു. അവൻ കുതിറി തകർന്നു കിടക്കുന്ന ജനാല വഴി വനത്തിലേക്ക് കുതിച്ചോടി. റേഞ്ചർ ആ ജനാലക്കരികിലേക്ക് പോയി ഒരു വെടി കൂടി വെച്ചുവെങ്കിലും ആ പുലിയുടെ ശരീരത്ത് അത് ഏശിയില്ല. അത് ദൂരെ വനത്തിലേക്ക് എവിടേക്കോ പോയി. ഏതെങ്കിലും ഒരു മരത്തിൽ തറച്ചിരിക്കുകയായിരിക്കാം. വനത്തിലേക്ക് കയറി ഓടിയ ആ പുലിയുടെ ഗർജനം അവിടെ ആകെ മുഴങ്ങി കേൾക്കാമായിരുന്നു. ശരിക്കും നിരാശനായി റേഞ്ചർ ഞങ്ങളെ നോക്കി. തല താഴ്ത്തിക്കൊണ്ട് തന്നെ അയാൾ ഓഫീസിലേക്ക് മടങ്ങുകയും ചെയ്തു. ആ ഒരു പ്രാവശ്യം മാത്രമേ റേഞ്ചർക്ക് മുന്നിൽ ആ പുലി പ്രത്യക്ഷപ്പെട്ടുള്ളൂ. വനത്തിന്റെ പല ഭാഗങ്ങളിലുമായി ആ പുലിയെ പിടിക്കുവാൻ വേണ്ടി പല കെണികളും അദ്ദേഹം ഒരുക്കിയിരുന്നു. എന്നാൽ ആ കെണിയിലൊന്നും ആ പുലി വീണില്ല.
തികഞ്ഞ തന്ത്രശാലിയായ ഒരു പുലി തന്നെയായിരുന്നു അവൻ. ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആ തുകയ്ക്ക് ആ പുലിയെ നായാടുവാൻ വേണ്ടി ആരും അവിടേക്ക് വന്നില്ല. ഒരു മാസങ്ങൾക്കപ്പുറം വീണ്ടും ആ പുലി ഒരാളെ കൂടി കൊന്നു, അതും എൻ്റെ കൺമുന്നിൽ വെച്ച്. ആ കഥയാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ആ സംഭവത്തിന് ശേഷം ഞാൻ രാത്രിയിൽ ടോർച്ചും തെളിച്ചുകൊണ്ട് റേഞ്ച് ഓഫീസിലേക്ക് പോയി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. റേഞ്ച് ഓഫീസിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നെ കണ്ടതും അയാൾക്ക് കാര്യം മനസ്സിലായി. എന്താണെന്ന് എന്നോട് ചോദിച്ചു. നടന്ന കാര്യം ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു. എൻ്റെ കണ്ണുകളിലെ ഭയവും വിറയ്ക്കുന്ന ചുണ്ടുകളും വളരെ വ്യക്തമായി തന്നെ അയാൾ ശ്രദ്ധിച്ചു. ആ വിവരം വളരെ വേഗം തന്നെ റേഞ്ചറെ അറിയിക്കുകയും ചെയ്തു. നേരം പുലരുന്നതിന് മുന്നേ റേഞ്ചർ ഓഫീസിലെത്തി വിശദാംശങ്ങൾ എന്നോട് തിരക്കി മനസ്സിലാക്കി. എന്നെയും കൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുകയും ചെയ്തു. സംഭവം നടന്ന സ്ഥലത്ത് പുക ഉയരുന്നുണ്ടായിരുന്നു. അതായത് തലേന്ന് ദിവസം കൂട്ടിയ തീയുടെ പുക. അതിനടുത്ത് തന്നെ അവർ വെടിവെച്ചിട്ട ആ കാട്ടുപോത്തിന്റെ ശരീരവും അവർ വെട്ടിക്കൂട്ടിയ ഇറച്ചി ചാക്കിൽ കയറ്റിയതും കാണാൻ സാധിച്ചു. അവിടെ മാകം രക്തമായിരുന്നു. പിന്നെ കൈയും കാലും ഇട്ടടിച്ചതിന്റെ പാടും വ്യക്തമായി കാണാമായിരുന്നു. ആ ചോരയിൽ കടന്ന് ഉരുണ്ടതിന്റെയും കൈകാലുകൾ അടിച്ചതിന്റെയും ആ പുലിയുടെ കാൽപ്പാടുകളും വളരെ വ്യക്തമായി തന്നെ ആ മണ്ണിൽ അടയാളപ്പെടുത്തിയിരുന്നു. അതുവരെയും ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന റൈഫിൽ റേഞ്ചറെ ഏൽപ്പിച്ചു. റേഞ്ചർ എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുവാൻ പറഞ്ഞു. അവിടെ അവർ ആ പോത്തിനെ വെട്ടിയെറിഞ്ഞുകൊണ്ടിരുന്ന കോടാലികളും വാളുകളുമെല്ലാം എടുക്കുവാൻ ആളുകളോട് പറഞ്ഞു. കൂടെ വന്നവർ അതെല്ലാം പെറുക്കിയെടുത്തു. അവർ അവിടെ വെടിവെച്ചിട്ട കാട്ടുപോത്തിന്റെ ശരീരത്തിൽ നിന്നും പാതിയിലധികം മാംസവും അവർ ചാക്കിനകത്ത് കയറ്റി കഴിഞ്ഞിരുന്നു. ആ ചാക്കും എടുക്കുവാൻ കൂടെ വന്നവരോട് പറഞ്ഞു. അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങൾ ഒന്നുകൂടി അനലൈസ് ചെയ്ത് റിപ്പോർട്ടുകളും കാര്യങ്ങളും തയ്യാറാക്കുവാൻ കൂടെ വന്ന ആളോട് പറഞ്ഞു. എവിടേക്കാണ് ആ പുലി അയാളെ വലിച്ചടിച്ചു കൊണ്ടുപോയതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അവിടം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ ഇരട്ടക്കുഴൽ റൈഫിലും പിടിച്ചുകൊണ്ട് ആ പുലി വലിച്ചടിച്ചു കൊണ്ടുപോയ പാത പിന്തുടർന്നുകൊണ്ട് അയാൾ മുന്നിലേക്ക് നടന്നു. ഏറെ ദൂരം മുന്നിലേക്ക് നടന്നു കാണും. ഏകദേശം 1 മൈലിനടുത്ത് നടന്നു ചെന്നപ്പോഴേക്കും പുലി തലേന്ന് രാത്രിയിൽ കൊന്ന അയാളുടെ ശരീരം അവിടെ കാണുവാൻ സാധിച്ചു. പാതി ആഹരിച്ച രീതിയിലായിരുന്നു ആ ശരീരം അവിടെ ഉണ്ടായിരുന്നത്. നെഞ്ചും വാരിയലുകളുമെല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നു. വയറ് തൊട്ട് നെഞ്ചുവരെ ആവോളം ആ പുലി ആഹരിച്ചിരിക്കുന്നു. നോക്കി നിൽക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ 2 പേരെ കാവലിന് ഏൽപ്പിച്ച ശേഷം ഞാനും റേഞ്ചറും തിരികെ റേഞ്ച് ഓഫീസിലേക്ക് വന്നു. അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളെ കാത്ത് ഒരാൾ റേഞ്ച് ഓഫീസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അയാൾ എഴുന്നേറ്റു. ഒരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ ഒരു റൈഫിലും ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങൾക്കരികിലേക്ക് നടന്നെത്തി സ്വയം പരിചയപ്പെടുത്തി. ഞാൻ മസ്താനി, പുലിവേട്ടയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. ഗവൺമെന്റ് പുറപ്പെടുവിച്ച നോട്ടീസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ലൈസൻസ് ഉള്ള ഒരു വേട്ടക്കാരനാണ്. എൻ്റെ തോക്കിന് ലൈസൻസും മറ്റുമുണ്ട്. അതെല്ലാം നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തി ഇവിടെ സബ്മിറ്റ് ചെയ്ത് ആ പുലിയെ കൊല്ലുവാനുള്ള ഉത്തരവ് നേടുവാൻ വേണ്ടി നിങ്ങളെ കാത്ത് ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. ഫോറസ്റ്റ് റേഞ്ചർ അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അയാൾ കൊണ്ടുവന്ന പേപ്പറുകളും മറ്റും പരിശോധിച്ചു. കൃത്യമായി ഉറപ്പുവരുത്തി. അതിനുശേഷം പുലിയെ കൊല്ലുവാനുള്ള അംഗീകാരം അയാൾക്ക് നൽകി. ഞാൻ ആരാണെന്ന് ഇതുവരെയും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഫോറസ്റ്റ് ഗാർഡ് സുഹൈൽ മാലിക്. ഇനിയും അദ്ദേഹത്തിലൂടെയാണ് കഥ മുന്നിലേക്ക് പോകുന്നത്. ഞാൻ ഇവിടം കൊണ്ട് എൻ്റെ കഥ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. എന്നുവെച്ച് പൂർണ്ണമായും ഞാൻ കഥയിൽ നിന്ന് പുറത്താകുന്നില്ല കേട്ടോ. മസ്താനിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നെ നിയോഗിച്ചു. ഇനിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ആ പുലിവേട്ടയ്ക്ക് പോകുകയാണ്. എന്ത് സഹായം വേണമെങ്കിലും റേഞ്ചർ ചെയ്യാമെന്നാണ് അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഞാൻ റേഞ്ചറിനെ കണ്ടു. കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയും ഞാൻ കൊണ്ടുവന്ന പേപ്പറുകളെല്ലാം അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു. അതെല്ലാം വെരിഫൈഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം ആ പുലിയെ കൊല്ലുവാനുള്ള ഉത്തരവ് എനിക്ക് നൽകി. അതുകൂടാതെ എന്ത് സഹായം വേണമെങ്കിലും അദ്ദേഹം അവിടെ ചെയ്തു തരാമെന്നും പറഞ്ഞു. ഞാൻ ഈ ഭാഗത്ത് പുതിയതാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും അറിയില്ല എന്നും എനിക്കൊരു താമസ സൗകര്യം ഒരുക്കി തരണമെന്നും റേഞ്ചറിനോട് പറഞ്ഞു. റേഞ്ചർ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും എനിക്കൊരു സഹായം നൽകുകയും ചെയ്തു. അങ്ങനെ പുറത്തുണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡിനെ അകത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തി. ഇത് സുഹൈൽ മാലിക്, ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇയാൾ ഒരുക്കി തരും എന്ന് പറഞ്ഞു. ഞാൻ അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി. ഞാൻ എന്നെ സ്വയമേ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. ഞാൻ മസ്താനി, ഒരു വേട്ടക്കാരനാണ്. നിങ്ങളുടെ മുഖം ചുളിയുകയൊന്നും വേണ്ട. ഞാൻ ഇല്ലീഗലായി വേട്ട നടത്താറില്ല. മനുഷ്യനെ ദ്രോഹിക്കുന്ന മൃഗങ്ങളെയാണ് ഞാൻ പ്രധാനമായും വേട്ടയാടി കൊലപ്പെടുത്തുന്നത്. അയാളൊന്ന് ചിരിച്ചു. എന്നെ കൂട്ടിക്കൊണ്ട് അയാളുടെ കോട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി. അയാൾ ഒറ്റയ്ക്കായിരുന്നു അയാളുടെ മുറിയിൽ ഉണ്ടായിരുന്നത്.
അയാൾ എനിക്കും വേണ്ട സൗകര്യം അവിടെ ചെയ്തു തന്നു. ഇനിയും ചെയ്യാൻ പോകുന്ന പദ്ധതികളെപ്പറ്റി അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ വളരെ വിശദമായി തന്നെ അതും അയാൾക്ക് പറഞ്ഞു നൽകി. ഇതുവരെ അവിടെ നടന്ന കഥകളെല്ലാം ഓരോന്നായി അയാൾ എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാനും സുഹേലും കാരപ്പുറ വനത്തിന് അരികിലുള്ള ആ കൊച്ചു ഗ്രാമത്തിലേക്ക് പോയി. അതായത് ആ 12 വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലേക്ക്. അവിടെ പോകുകയും ഗ്രാമത്തിന്റെ പരിസരവും അതുപോലെ തന്നെ ഗ്രാമവാസികളോടെല്ലാം ആ പുലിയെപ്പറ്റി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെ നടന്ന ഈ സംഭവങ്ങൾക്കപ്പുറം ആ പുലി പിന്നീട് ഈ ഗ്രാമത്തിൽ വന്നില്ല എന്നും ഇതിന് പരിസര പ്രദേശങ്ങളിലൊന്നും ആ പുലിയെ കണ്ടില്ല എന്നും പറഞ്ഞു. പിന്നീട് പോയത് കാക്കനംകോട്ട വനത്തിന് അകത്തുള്ള ഒരു പോച്ചറെ പുലി പിടിച്ച സ്ഥലത്തേക്കായിരുന്നു. ഞാൻ വന്ന ആ ദിവസം തന്നെ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടേക്ക് വരികയും അയാളുടെ ശരീരം അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു. കബനി നദിയുടെ തീരത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ നിന്നുമുള്ള ഒരാളായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെയെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുവാൻ കൊണ്ടുപോകുകയും ചെയ്തു. അനുവാദമില്ലാതെ കാടിനുള്ളിൽ നുഴഞ്ഞു കയറിയതിനും അവിടെ വിഹരിച്ച് നടന്നിരുന്ന ഒരു കാട്ടുപോത്തിനെ കൊന്നതിൻ്റെയും പേരിലായിരുന്നു അവർക്കെതിരെ കേസെടുത്തിരുന്നത്. അവർ തകർന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് സുഹൈൽ എന്നോട് പറഞ്ഞത്. സുഹൈൽ പിന്നീട് എന്നെ കൊണ്ടുപോയത് വനത്തിനകത്ത് തന്നെയുള്ള കുരുംബാസ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ അരികിലേക്കായിരുന്നു. അവർക്ക് കാടിനെപ്പറ്റി നല്ലപോലെ അറിയാമെന്നും അവിടെ നിന്നും നല്ലൊരു ട്രാക്കറെ നിങ്ങൾക്ക് ശരിപ്പെടുത്തി തരാമെന്നുമായിരുന്നു സുഹൈൽ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാനും സുഹൈലും ഏകദേശം 1 മൈലോളം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് അവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അതായത് ആദിവാസി ഊരിലെ ആളുകൾ താമസിക്കുന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്ക്. ഓലകളും മണ്ണുകളും കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ കുടിലുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പറയേണ്ടത്തക്ക ബലമൊന്നും ആ കുടിലുകൾക്കില്ല. ആനയോ പുലിയോ കടുവയോ വന്ന് ചവിട്ടിയാൽ തകർന്നു പോകാവുന്ന രീതിയിലായിരുന്നു അവരുടെ കുടിലുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയന്നാണ് അവിടെ ജീവിക്കുന്നതും. സുഹൈൽ ഇവിടേക്ക് കൊണ്ടുപോയതിന്റെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. തലേന്ന് രാത്രിയിൽ ആ പോച്ചറെ കൊന്ന സ്ഥലത്ത് നിന്നും ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 2-2.5 മൈലുകൾക്കപ്പുറമാണ് ഇപ്പോൾ ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇനിയും ഏത് നിമിഷവും ആ പുലി ഈ ഗ്രാമത്തിലേക്കും എത്തിച്ചേരാമെന്ന് സാരം. അന്ന് രാത്രിയിൽ ഇവിടെ ഈ ചെറിയ ഊരിൽ കഴിച്ചു കൂട്ടാമോ എന്ന് ഞാൻ സുഹൈലിനോട് ചോദിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാമോ എന്നും അദ്ദേഹത്തോട് ചോദിച്ചു. അയാൾ അവിടുത്തെ ഗ്രാമത്തലവനോട് പറഞ്ഞു. മസ്താനി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അയാൾ ഒരു വേട്ടക്കാരനാണ്. നിങ്ങളുടെ ഈ ഗ്രാമത്തെയും വനത്തെയും ഭീതിയിലാഴ്ത്തിയ ആ നരഭോജിയായ പുലിയെ കൊല്ലുവാൻ വന്ന ആളാണ്. സർക്കാർ നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ഈ രാത്രിയിൽ അദ്ദേഹത്തിന് ഇവിടെ കഴിയണമെന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇനിയും ഏത് നിമിഷവും ഇവിടേക്ക് ആ പുലി കടന്നു വരുമത്രേ. ഗ്രാമത്തിലെ മൂപ്പൻ അവർക്ക് അവിടെ താമസിക്കാനുള്ള അനുമതി നൽകി. അതിനുവേണ്ടി ഒരു ചെറിയ കുടിൽ ഞങ്ങൾക്ക് നൽകി. അന്നത്തെ രാത്രിയിൽ ഞാനും സുഹൈലും അവിടെ കഴിച്ചുകൂട്ടി. അവരുടെ രീതികൾ തികച്ചും വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. സാധാരണ ആദിവാസി ഊരിലെ പോലെ തന്നെയായിരുന്നു ഇവിടെയും. രാത്രികാലങ്ങളിൽ കുടിലുകൾക്ക് സമീപത്ത് അവർ തീ കൂട്ടാറുണ്ട്. ഒത്ത നടുവിലായി. വന്യജീവികൾ അവരുടെ ഗ്രാമത്തെ ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. എങ്കിലും അവർ പറഞ്ഞത് പ്രകാരം കാട്ടാനക്കൂട്ടങ്ങൾ ഒരിക്കൽ അവരുടെ ഗ്രാമത്തിന് സമീപത്ത് വന്ന് തിരിച്ചുപോയ പല സംഭവങ്ങളുമുണ്ട്. തീ കൂട്ടിയിട്ടത് കൊണ്ട് മാത്രമാണത്രേ അവർ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാഞ്ഞത്. അതുമാത്രമല്ല, പുലികളുടെയും കടുവകളുടെയും ഗർജനങ്ങളും മുരളിച്ചകളും ഈ ചെറിയ ആദിവാസി ഊരിലെ കുടിലുകളിൽ കിടന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. അന്നത്തെ രാത്രിയിൽ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ ഉണർന്നു തന്നെയിരുന്നു. ഞങ്ങൾ കിടന്നിരുന്ന കുടിലിൻ്റെ വാതിൽ മലക്കെ തുറന്നു വെച്ചു. സുഹൈലും ഉറങ്ങിയില്ല, എനിക്കൊപ്പം കൂട്ടിരുന്നു. തണുത്ത കാറ്റ് കുടിലിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ കോഫിയെല്ലാം ഇട്ട് കുടിച്ചുകൊണ്ട് ഞങ്ങൾ ആ കുടിലിനകത്ത് അങ്ങനെ ഇരുന്നു. ഏതു നിമിഷവും ആ പുലിയുടെ ഒരു കാലടി ശബ്ദം പ്രതീക്ഷിച്ചുകൊണ്ട്. എന്നാൽ രാത്രി ഇരുണ്ട് വെളുത്തിട്ടും ആ പുലി മാത്രം ആ ഗ്രാമത്തിലേക്ക് വന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ആ ഗ്രാമത്തോട് വിട പറഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഞങ്ങളുടെ വരവും കാത്ത് റേഞ്ചർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് വരുന്നത് കണ്ടുകൊണ്ടായിരിക്കണം അയാൾ ഞങ്ങൾക്കടിയിലേക്ക് ഓടി വന്നതും കാര്യം എന്തായെന്ന് തിരക്കിയതും. കാര്യമൊന്നും നടന്നില്ല എന്നും ഇതുവരെയും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഞാൻ അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകി. അദ്ദേഹത്തിൻ്റെ മുഖം വാടി. എങ്കിലും ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും അവൻ എൻ്റെ തോക്കിൻ കുഴലിന് ഇരയായി മാറും. റേഞ്ചർ ഒരു കാര്യം പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഊരുകളിലുമെല്ലാം ആ പുലിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിവരം അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പുലിയെ കണ്ടാൽ ഉടനെ തന്നെ ആളുകൾ എനിക്ക് വിവരം നൽകും. ആ വിവരം ഞാൻ നിങ്ങൾക്ക് നൽകും. ഉടനെ തന്നെ അവിടേക്ക് പോകണമെന്നും
അപ്പോൾ തന്നെ ആ പുലിയെ കൊല്ലണമെന്നും പറഞ്ഞു. അവൻ തന്ത്രശാലിയായ ഒരു പുലിയാണ്. അവനോട് പോരാടുമ്പോൾ സൂക്ഷിച്ചു വേണം പോരാടുവാൻ. റേഞ്ചർ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു തലനാര് വ്യത്യാസത്തിലാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ഞാൻ വന്നിട്ട് ഏകദേശം 4ാമത്തെ ദിവസവും കടന്നുപോയി. ഇതുവരെയും ആ പുലിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരാക്രമണമോ അല്ലെങ്കിൽ അവനെ കണ്ടു എന്ന ഒരു വിവരമോ എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നിരാശരായി അവിടെ ഇരിക്കുന്ന സമയം ഒരു ദിവസം ഉച്ചയ്ക്ക് കോട്ടേഴ്സിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് അവിടേക്ക് ഒരു ഗ്രാമത്തിലെ ഒരാൾ ഓടിക്കിതച്ചെത്തിയത്. ആ പുലിയെ കണ്ടുവെന്നും അവിടുത്തെ ആദിവാസി ഊരിൽ നിന്നും ഒരു കുട്ടിയെ അവൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നുമായിരുന്നു പറഞ്ഞത്. അത് കേട്ടതും എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുവാൻ സാധിച്ചില്ല. എൻ്റെ കടുപ്പ് ഞാൻ അവസാനിപ്പിച്ചു. അവിടെ ഇരുന്ന ഗ്ലാസ് എടുത്ത് കൈ കഴുകി അപ്പോൾ തന്നെ എൻ്റെ റൈഫിലെടുത്ത് ഞാൻ ഇറങ്ങി. ഞാൻ ഇറങ്ങുന്നത് കണ്ടുകൊണ്ടായിരിക്കണം സുഹേലും എനിക്കൊപ്പം ഇറങ്ങി. അങ്ങനെ ഞാനും സുഹേലും ആ ഗ്രാമീണനും ഉൾപ്പെടെ മേട്ടിക്കുപ്പ എന്ന വനത്തിലേക്ക് യാത്ര തിരിച്ചു. കാക്കനംകോട്ട എന്ന വനത്തിലൂടെ മൈലുകൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മേട്ടിക്കുപ്പ എന്ന വനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതിനടുത്താണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്, അതായത് കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ട്രൈബ് വിഭാഗം. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം സന്ധ്യ കഴിഞ്ഞിരുന്നു. സംഭവം നടന്നത് എന്താണെന്ന് അവരോട് ചോദിച്ചു. അമ്മയും മകളും കൂടി വിറക് ശേഖരിക്കുവാൻ വേണ്ടി വനത്തിന്റെ അരികിലേക്ക് പോയതായിരുന്നു. അവർ വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഇത് നടന്നത്. അമ്മയുടെ കണ്ണൊന്നും തെറ്റിയതുമല്ല. വനത്തിൽ എവിടെയോ മറഞ്ഞിരുന്ന ആ പുലി ആ കുട്ടിയെയും പിടിച്ചെടുത്തുകൊണ്ട് ദൂരേക്ക് ഓടിയകന്നു. അമ്മ നിലവിളിച്ചുകൊണ്ട് ആ പുലിയുടെ പുറകെ ഏറെ ദൂരം സഞ്ചരിച്ചെങ്കിലും ആ പുലിയെയും ആ കുട്ടിയെയും കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ കുട്ടിക്ക് ഏകദേശം 6-7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത് പറയുമ്പോൾ അവിടുത്തെ ഗ്രാമീണന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഇതുവരെയും ബോധം വീണില്ല എന്നും അവർ ഉണരുമ്പോഴെല്ലാം അവരുടെ കുട്ടിയെ അന്വേഷിക്കുകയാണെന്നും പറഞ്ഞു. ആ പുലി പോയ ഭാഗത്തേക്ക് ഞാനും സുഹേലും യാത്ര തിരിച്ചു. കുറേ ദൂരം അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഞങ്ങൾക്ക് ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ അവിടെ നിന്നും വീണ്ടും കിഴക്കോട്ട് സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അരുവിയുടെ ശബ്ദം എൻ്റെ കാതിൽ പതിഞ്ഞു. ഞാൻ സുഹേലിനോട് അതെവിടെയാണെന്ന് ചോദിച്ചു. അത് ഏകദേശം 1 മൈലുകൾക്കുള്ളിലാണെന്ന് അവൻ മറുപടി നൽകി. എന്നാൽ അതിൻ്റെ തീരത്തേക്ക് പോകാമെന്നും അവിടം വരെ പോയിട്ട് തിരികെ മടങ്ങി വരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനും സുഹേലും ആ നദിയുടെ തീരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇന്നത് ഓർക്കുമ്പോൾ ഒരു നിമിത്തം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവിടേക്ക് പോകുവാൻ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത്. ആ ചെറിയ അരുവിയുടെ തീരത്തേക്ക് ഞങ്ങൾ എത്തി. നല്ല ഒഴുക്കപ്പോൾ ആ സമയം ഉണ്ടായിരുന്നു. കല്ലുകളിലും മറ്റും അലച്ചു തല്ലിയാണ് ജലം അതുവഴി ഒഴുകി അകലുന്നത്. അതുകൊണ്ടാണ് അത്രയും ദൂരം വരെ ഈ ശബ്ദം എത്തിയത്. ഞാൻ പതിയെ എൻ്റെ ബൂട്ട് അഴിച്ചു വയ്ക്കുകയും എൻ്റെ കാലുകൾ ആ തണുത്ത വെള്ളത്തിൽ കഴുകുകയും ചെയ്തു. ഒന്ന് മുഖം കഴുകി, കുറച്ച് വെള്ളം കുടിച്ചു. പതിയെ കരയിലേക്ക് കയറി. എൻ്റെ കണ്ണുകൾ ഒരു കോണിലേക്ക് പോയി. നദിയുടെ തീരത്തുകൂടി നടന്നു പോയിരിക്കുന്ന ആ പുലിയുടെ കാൽപ്പാടുകൾ ഞാൻ കണ്ടു. എന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്ന പുലി ഇവൻ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ പാടുകൾ പിന്തുടർന്ന് പോകുവാൻ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. ഞാൻ ആ പാട് സുഹേലിനെയും കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പാട് പിന്തുടർന്ന് പോകുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ ആ പാട് പിന്തുടർന്നുകൊണ്ട് ഏകദേശം 1/2 മൈലോളം സഞ്ചരിച്ച് കാണും. ആ ചെറിയ അരുവിയുടെ തീരത്ത് നിന്നും ഏകദേശം കഷ്ടിച്ച് 20 മീറ്റർ അകലെയുള്ള ഒരു ചെറിയ പാറക്കെട്ടിന്റെ മുകളിൽ ആ പുലി വിശ്രമിക്കുന്ന കാഴ്ച വളരെ വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. ആദ്യം കണ്ടത് സുഹേലാണ്. ആ വാലുകൾ കിടന്ന് ചലിക്കുന്നത്. സുഹേൽ വളരെ വേഗം നിശബ്ദനായി എന്നെ പുറത്ത് തട്ടുകയും അവിടേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഞാൻ നോക്കുമ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്, അതൊരു പുലിയാണ്. അതിപ്പോൾ വിശ്രമിക്കുകയാണ്. എന്നാൽ വളരെ വ്യക്തമായി തന്നെ ആ പുലിയെ കാണുവാൻ ഇപ്പോൾ സാധിക്കില്ല. ഞങ്ങൾ കുറച്ചു ദൂരം കൂടി നടന്നു അതിൻ്റെ അരികിലേക്ക്. കൃത്യമായി പറഞ്ഞാൽ പുലിയും ഞങ്ങളും തമ്മിലുള്ള ദൂരം ഏകദേശം 100 അടിയിൽ താഴെയായി. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഞങ്ങൾ ആ പുലിയെ നിരീക്ഷിച്ചു. എന്നാലും കൃത്യമായി അവൻ്റെ തല കാണുവാൻ സാധിക്കുന്നില്ല. അവൻ്റെ ഒരു ചെവി മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. സുഹേൽ പറഞ്ഞു, ഇതിപ്പോൾ സംശയമായല്ലോ. നമ്മൾ അന്വേഷിക്കുന്ന പുലി ഇവൻ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കൃത്യമായി നോക്കാതെ എങ്ങനെയാണ് പറയുന്നത്. ഞാൻ അപ്പോൾ സുഹേലിനോട് പറഞ്ഞു, ഞാൻ ഈ മരത്തിലേക്ക് വലിഞ്ഞു കയറും. ആ കൊമ്പ് കണ്ടോ, ആ കൊമ്പിലേക്ക് ഞാൻ കയറിയിരിക്കും. ആ പുലിയെ കൃത്യമായി വീക്ഷിക്കും. ഞാൻ പറയുമ്പോൾ ഈ തോക്ക് നീ എനിക്ക് ഉയർത്തി നൽകണം. സുഹേൽ തലയാട്ടി. ഞാൻ പതിയെ ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. സുഹേൽ എന്നെ പതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ വലിഞ്ഞ് ആ മരക്കൊമ്പിലേക്ക് കയറുകയും ആ മരക്കൊമ്പിൽ നിന്നുകൊണ്ട് ആ പുലിയെ വീക്ഷിക്കുകയും ചെയ്തു. കൃത്യമായി ഇപ്പോൾ ആ പാറയ്ക്ക് മുകളിൽ കിടക്കുന്ന പുലിയെ എനിക്ക് കാണുവാൻ സാധിക്കും. അതെ, സുഹേൽ പറഞ്ഞത് ശരിയാണ്. ഒരു ചെവി നഷ്ടപ്പെട്ട പുലി തന്നെയാണ് അവിടെ കിടക്കുന്നത്. പിന്നീടാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അവൻ കിടക്കുന്ന പാറക്കെട്ടിന്റെ താഴെ ഒരു തുണിക്കഷ്ണം കിടക്കുന്നുണ്ടായിരുന്നു.
സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ആഹരിച്ച ശരീരമാണെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ പതിയെ ആ മരക്കൊമ്പിലേക്ക് ഇരുന്നു. സുഹൈലിനോട് ആ തോക്ക് ഉയർത്തി നൽകുവാൻ ഞാൻ പറഞ്ഞു. സുഹൈൽ പതിയെ ശബ്ദമുണ്ടാക്കാതെ ആ തോക്ക് എനിക്ക് ഉയർത്തി നൽകി. ഞാൻ പതിയെ ഒന്നും മിണ്ടാതെ മരക്കൊമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയും കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് ആ മരത്തിൻ്റെ തടിയിലേക്ക് ചാരി നിൽക്കുകയും ചെയ്തു. തോക്കിൻ്റെ സേഫ്റ്റി കേപ്പ് റിമൂവ് ചെയ്ത് ആ പുലിയുടെ നേരെ എൻ്റെ തോക്ക് ചൂണ്ടി. ആ സമയം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിഞ്ചസ്റ്റർ 405 ആയിരുന്നു. ഈ റൈഫിളിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരവധി കഥകളിൽ നിങ്ങൾ ഈ റൈഫിളിനെ പറ്റി കേട്ടതായിരിക്കും. അങ്ങനെ വിഞ്ചസ്റ്റർ 405 ഞാൻ അതിന് നേരെ ഉയർത്തുകയും കൃത്യമായി കിടന്നുറങ്ങിയിരുന്ന ആ പുലിയുടെ കഴുത്തിലേക്ക് ലക്ഷ്യം വെക്കുകയും നിറയൊഴിക്കുകയും ചെയ്തു. എൻ്റെ തോക്കിൽ നിന്നും മുതിർന്ന തിര കൃത്യമായി അവിടെ കിടന്നുറങ്ങിയിരുന്ന പുലിയുടെ കഴുത്തിലേക്ക് തുളച്ചു കയറി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാതെ ആ പുലി ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയും പിടച്ച് കല്ലുകൾക്ക് മുകളിൽ നിന്നും നിലത്തേക്ക് വീഴുകയും ചെയ്തു. നിലത്ത് കിടന്നും അവൻ വല്ലാതെ പിടഞ്ഞു. ഞാൻ ആ പിടച്ചിൽ കണ്ട് ആസ്വദിച്ചു. മരത്തിന്റെ മുകളിൽ നിന്നും വീണ്ടും ആ പുലിയുടെ നേരെ ഞാൻ തോക്ക് ചൂണ്ടി കാഞ്ചി വലിച്ചു. അത് കൃത്യമായി പറഞ്ഞാൽ വന്ന് തറച്ചു കയറിയത് അവന്റെ പുറത്തുകൂടി അവന്റെ ഹൃദയത്തിലേക്കായിരുന്നു. വീണ്ടും കുറച്ചു നേരം കൂടി പിടഞ്ഞതിന് ശേഷം അവന്റെ പിടച്ചിൽ പൂർണ്ണമായും അവസാനിച്ചു. ഞാൻ പതിയെ മരത്തിൽ നിന്നും നിലത്തേക്ക് ഇറങ്ങി. സുഹൈൽ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരവസരം കിട്ടിയിട്ട് അങ്ങ് അവന്റെ തലയിലേക്ക് വെടി ഉതിർക്കാഞ്ഞതെന്ന്. ഞാൻ പതിയെ സുഹൈലിനെ വിളിച്ചുകൊണ്ട് ആ പാറക്കെട്ടിന്റെ അരികിലേക്ക് ചെന്നു. ആ പാറക്കെട്ടിന്റെ താഴെ കിടക്കുന്ന ആ ശരീരം അവനെ കാണിച്ചു. ഇതിനു പകരമായി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നായിരുന്നു ഞാൻ സുഹൈലിനോട് ചോദിച്ചത്. സുഹൈലിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും പേരുടെ ജീവനെടുത്ത ആ പുലി ഒരു വേദനയും അറിയാതെ അങ്ങനെ പോയാൽ ഇതിലെന്താണ് രസമുള്ളത്? കുറച്ചെങ്കിലും വേദന, ജീവൻ നഷ്ടപ്പെടുമ്പോഴുള്ള പരവേശം അവൻ അറിയണ്ടേ എന്ന ചോദ്യം മാത്രമായിരുന്നു ഞാൻ അവിടെ ഉയർത്തിയിരുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ തിര അവൻ്റെ കഴുത്തിലേക്കും രണ്ടാമത്തത് പുറത്തുകൂടി ചങ്കിലേക്കും തുളച്ചു കയറ്റിയത്. പുലിയെ കൊന്നതിന് ശേഷം ഞാനും സുഹൈലും അവിടെ നിന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. ഞങ്ങളെ കാത്ത് റേഞ്ചർ അവിടെ ഉണ്ടായിരുന്നു. സുഹൈൽ ഓടിച്ചെന്ന് റേഞ്ചറിനോട് കാര്യം പറഞ്ഞു, ആ പുലിയെ കൊന്നു എന്ന്. എവിടെയാണ് കിടക്കുന്നതെന്നെല്ലാം റേഞ്ചർ ചോദിച്ചു. കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ റേഞ്ചറും ഞങ്ങളും ഒരു സംഘം ആളുകളും ആ പുലി കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചത്തു മരവിച്ച് കിടക്കുന്ന ആ പുലിയുടെ ശരീരം കണ്ടതും റേഞ്ചറിന്റെ മുഖം തെളിഞ്ഞു. അത് മങ്ങുവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ആ തൊട്ടടുത്ത് കിടക്കുന്ന ആ കുഞ്ഞിന്റെ ശരീരം കണ്ടതും അദ്ദേഹത്തിന്റെ മുഖവും വളരെ വേഗം വാടി, കണ്ണുകൾ നിറഞ്ഞു. എല്ലാ കഥകൾക്കും ഒരവസാനമുണ്ടായിരിക്കും. അതിൽ സന്തോഷവും കാണും, വിഷമവും കാണും. അതുപോലൊരു കഥയാണിത്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.